പത്തനംതിട്ടയിൽ വിവാഹ സംഘത്തിന് നേരെ അതിക്രമം നടത്തിയ എസ്ഐ ജിനുവിനും 2 CPOമാർക്കും സസ്പെൻഷൻ. എസ്ഐയെ സ്ഥലം മാറ്റിയതിന് പിന്നാലെയാണ് DIG അജിത ബീഗത്തിന്റെ നടപടി. സ്ത്രീകളടക്കമുള്ള വിവാഹ സംഘത്തിന് നേരെ ഇന്നലെ രാത്രിയിലായിരുന്നു പോലീസിന്റെ അതിക്രമമുണ്ടായത്. വിവാഹ സംഘത്തെ അനാവശ്യമായി മർദ്ദിച്ച സംഭവത്തിൽ പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ മർദ്ദനമേറ്റവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഒപ്പം അതിക്രമം നടത്തിയ പോലീസുകാർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ട് നൽകി. ഈ വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച വിശദമായ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവി DIGക്ക് നൽകിയിരുന്നു. തുടർന്ന് SIയെ SP ഓഫീസിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു. എന്നാൽ പോലീസിന്റെ ഈ നീക്കത്തിനെതിരെ വ്യാപക വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് SI S ജിനുവിനും CPOമാരായ ജോബിൻ, അഷ്ഫാഖ് എന്നിവരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് DIG അജിത ബീഗത്തിന്റെ ഉത്തരവിറങ്ങിയത്. അതേസമയം SC/ST അട്രോസിറ്റി നിയമപ്രകാരം പോലീസുകാർക്കെതിരെ കേസെടുക്കണമെന്നാണ് മർദ്ദനമേറ്റ കുടുംബത്തിന്റെ ആവശ്യം. തീർച്ചയായിട്ടും ഈ നടപടി തൃപ്തരല്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന അങ്ങനെ ഒരു തീരുമാനമല്ല. ഇനി ആർക്കും ഇങ്ങനെ ഒരു, അതായത് ആരുടെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യാനായിട്ട് പാടില്ല. സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും തരാതെയാണ് ബിഹേവ് ചെയ്തത്. അവർ ക്രിമിനൽസാ, പോലീസുകാരാലും തോന്നുന്നില്ല. ഒരു പോലീസുകാരനാണെങ്കിൽ സാമാന്യ മര്യാദയ്ക്ക് ചോദിക്കും, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ആ ഒരു ബഹുമാനം കാണിക്കും. ഇതെനിക്ക് ഒരു അമ്മയും പെങ്ങളും പോലും ഇല്ലാത്ത മനുഷ്യന്മാരാണെന്ന് തോന്നുന്നു ഇവര്. കോട്ടയം സ്വദേശികളായ 20 അംഗ സംഘം അടൂരിൽ ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങും വഴി പത്തനംതിട്ടയിൽ വിശ്രമിക്കുമ്പോഴാണ് അകാരണമായി പോലീസ് എത്തി മർദ്ദിച്ചത്. അതിക്രമത്തിൽ മുണ്ടക്കയം സ്വദേശിനി സിത്താര, ഭർത്താവ് ശ്രീജിത്ത്, ബന്ധു ഷിജിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. തലയ്ക്കും കൈകാലുകൾക്കും പരിക്കേറ്റ ഇവർ പിന്നീട് സ്വന്തം വാഹനത്തിലാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. അമൃത ന്യൂസ്, പത്തനംതിട്ട.